ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഗേസ്, നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ വീടിൻ്റെ മുന്നിൽ 2 ചെടിച്ചട്ടിയിൽ ഇതേപോലെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്നേക്ക് പ്ലാന്റ് നമ്മുടെ വീട്ടിൽ വെച്ചാലുള്ള ഗുണവും ദോഷവും എന്തൊക്കെയാണ് എന്നാണ്. പിന്നെ ഇതിൻ്റെ കെയറിങ്ങും പ്രിപ്പറേഷനും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഫുള്ളായി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ ഗേസ്, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഗേസ്, ഇതായിരുന്നു നമ്മൾ ആദ്യമേ നട്ടുപിടിപ്പിച്ച ചെടിച്ചട്ടി. നമ്മുടെ കയ്യിൽ ഒരു തയ്യേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് വളർന്ന് നല്ല തിക്കായിട്ടുണ്ട്. 2ൽ ഒരു ചട്ടിയിലെ തൈകൾ നമുക്ക് വേറെ 3 ചട്ടിയിലേക്ക് മാറ്റാമല്ലോ എന്ന് വെച്ചു കേട്ടോ. അപ്പം ഗേസ്, ഇതിപ്പോൾ നല്ല തിക്കായിട്ട് നിൽക്കുവാണ്. ഇതിനെ നമുക്ക് വേറെ 3 ചട്ടിയിലേക്ക് മാറ്റാവേ. പിന്നൊരു കാര്യം, ഈ ഒരു പ്ലാന്റിൽ ഇങ്ങനെ ഒരു പൂവൊക്കെ ഉണ്ടാകും കേട്ടോ. ഇത് ശരിക്കും ആയി വരുന്നതേ ഉള്ളൂ. ഒരു 1 വീക്കൊക്കെ കഴിയുമ്പോഴേക്കും നന്നായിട്ട് വിരിഞ്ഞു വരും കേട്ടോ. ഈ ഒരു പ്ലാന്റിൽ അങ്ങനെ പെട്ടെന്നൊന്നും പൂക്കൾ ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ ആണ് കേട്ടോ കാണുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു 2 വീക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് നല്ല വൈറ്റ് കളറിൽ നല്ല പൂവൊക്കെ ഉണ്ടാവുക. വലിയ സ്മെല്ലൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണാത്തവർക്ക് വേണ്ടി ഒന്ന് റെയർ ആയതുകൊണ്ട് ഇടുന്നതാണ്. അപ്പം കേസ്, ഞാൻ ഇതാണ്ട് ഇവിടെ സൈഡ് പൊട്ടിയൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു തൈ ഫില്ല് ചെയ്യാമെന്ന് ഓർത്ത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വളമണ്ണൊക്കെ ഇടുന്നതിന് മുന്നേ കുറച്ച് കരികിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പം നമുക്ക് കുറച്ച് വളമണ്ണും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒരു പ്ലാന്റ് സെറ്റാക്കി എടുക്കാവേ. ഇനി നമ്മുടെ ബാക്കി വന്നിരിക്കുന്ന 2 ചട്ടിയിലും കൂടെ നമുക്ക് സ്നേക്ക് പ്ലാന്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചെടിയുടെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാകും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യമേ ഒരു ചെറിയ തയ്യേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് കേട്ടോ ഇത്രയും ഉണ്ടായത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ചെടി നമ്മുടെ വീട്ടിൽ വെച്ചാലുള്ള ഗുണങ്ങളും ദോഷങ്ങളുമാണ്. ഇപ്പോൾ ഞാനിത് ഔട്ട്ഡോർ ആയിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഇൻഡോർ ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് സെയിം പ്ലാന്റിനെ വെക്കാം കേട്ടോ. അപ്പം നമുക്ക് ഒത്തിരി ഓക്സിജനൊക്കെ ലഭിക്കാൻ നല്ലതാണ് കേട്ടോ സ്നേക്ക് പ്ലാന്റ് ഇൻഡോർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഏത് രീതിക്ക് വേണേലും നട്ടു വളർത്താം കേട്ടോ. കട്ട് ചെയ്തും അല്ലാതെയും പറിച്ചും ഒക്കെ ആയിട്ട് നമുക്കിത് നട്ടു വളർത്താവേ. ഇതിന്റെ ദോഷമെന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ ചെടിയുടെ ഇലയുടെ നീര് നമ്മുടെ കൈകളിലോ സ്കിന്നിലോ ചിലർക്ക് അലർജി ഉണ്ടാക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് പിള്ളേരിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അല്ലാതെ വേറെ ദോഷമൊന്നും ഇതുവരെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. എനിക്ക് ഏതായാലും ഇതുവരെ അങ്ങനെ ഇത് നട്ടു വളർത്തത് കൊണ്ട് വേറെ ദോഷങ്ങളോ അങ്ങനെ അലർജിയോ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നല്ല ഭംഗിയുള്ള നമ്മുടെ ഗാർഡനിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു നല്ല പ്ലാന്റുകളിൽ ഒന്നുകൂടിയാണ് കേട്ടോ ഈ സ്നേക്ക് പ്ലാന്റ്. ഇതിന് തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്, സൈഡിൽ യെല്ലോ കളേഴ്സ്. എൻ്റെ കയ്യിൽ അതില്ല. അതും ഇതുപോലെ തന്നെ സെയിം ആണ് കേട്ടോ. നട്ടു വളർത്താൻ നമുക്ക് പെട്ടെന്ന് പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത്. ഈ ഒരു പ്ലാന്റ് ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അധികം വെള്ളം ഇങ്ങനെ ടെമ്പറേച്ചർ ഒക്കെ നോക്കി ഒഴിക്കേണ്ടി വരും. ചിലപ്പോൾ ഡെയിലി ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. പക്ഷേ ഇൻഡോർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഒഴിച്ചു കൊടുക്കേണ്ടി വരില്ല കേട്ടോ. പിന്നെ ആകെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, തിക്കിലെ വലുതായി വരുമ്പോൾ തന്നെ നമ്മൾ ഇതിനെ ഇങ്ങനെ പറിച്ച് നട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ചട്ടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ സ്നേക്ക് പ്ലാന്റിന്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.